കുതികാലുവെട്ടിൻ്റെയും കാലുവാരിച്ചയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ കാല് കഴുകൽ എന്തുമാത്രം പ്രസക്തമാണ്. എന്തുകൊണ്ടോ രാഷ്ട്രീയത്തിലും നമ്മുടെ ജീവിതത്തിലുമെല്ലാം ഈ കാലിന് വലിയ പ്രസക്തി ഉണ്ടാവുക. യേശുനാഥനും ഈ കാലിനെ തന്നെ വിഷയമാക്കുകയാണ്. യേശുനാഥൻ കാല് കഴുകി. കാല് കഴുകൽ എന്ന് പറയുന്നത് ഒരു ആചാരം മര്യാദയാണ്. യഹൂദരുടെ ഒരു ആചാര്യ മര്യാദയിൽ നിന്ന് യേശുനാഥൻ പെസഹായ്ക്ക് വേണ്ടി കടം കൊണ്ട ഒരു കാര്യമായിരുന്നു കാല് കഴുകൽ. നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ യേശുനാഥൻ വെള്ളം വീഞ്ഞാക്കിയെന്നാണ് പറയുന്നത്. ആ വെള്ളം ശേഖരിച്ചു വെച്ചിരുന്ന ഭരണികൾ ഈ ആചാര്യ മര്യാദയ്ക്ക് വേണ്ടി അവിടെ വീട്ടിൽ വരുന്ന സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, മിത്രങ്ങൾക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ കാല് കഴുകാൻ വേണ്ടി, അതും അടിമകളെയാണ് നിയോഗിച്ചിരുന്നത്. അടിമയുടെ ജോലിയാണ് കാല് കഴുകൽ. പിന്നെ നമ്മൾ ശിമയോൻ്റെ വീട്ടിലെ മഗ്ദലന മറിയം ചെല്ലുന്നു. യേശുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി മഗ്ദലന മറിയം ചെല്ലുന്നു. അവിടെയും യേശു ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി ആചാരമര്യാദകൾ ഒന്നും ചെയ്തില്ല, നീ എൻ്റെ കാലിൽ വെള്ളമൊഴിച്ചില്ല, കാല് കഴുകിയില്ല. ഈ മഗ്ദലന മറിയം എൻ്റെ കാല് കഴുകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുനാഥൻ ആ ശിമയോനെ ഏതാണ്ട് വഴക്ക് പറയുന്ന രീതിയിലാണ്. അങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ കാല് കഴുകൽ ശുശ്രൂഷ അവരുടെ ആചാര്യ മര്യാദയിൽ നിന്ന് യേശുനാഥൻ കടമെടുക്കുകയാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ എൻ്റെ ജീവിതാനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഭയങ്കര വേനൽക്കാലത്ത് അവിടെ ഇങ്ങനെ ഒറ്റപ്പെട്ട് അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ നമ്മുടെ ആളുകളെ നമുക്ക് കാണാൻ. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ കയറി ചെന്നു. അവരോട് നേരത്തെ പറഞ്ഞു ഉച്ചഭക്ഷണം തരണം. കാര്യം അവിടെ നിന്നും ഭക്ഷണം കിട്ടാനുള്ള സാധ്യതകളുള്ള സ്ഥലങ്ങളൊന്നുമല്ല. അപ്പം ഞങ്ങളവിടെ കയറി ചെന്നപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും അച്ഛനും കൂടെ ഉണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ അവർ വലിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ചു കൊണ്ടുവരികയാണ്. എനിക്ക് ഈ സമ്പ്രദായമൊന്നും അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ എൻ്റെ കൂടെയുള്ള അച്ഛൻ ഒരു മിഷണറി ആയിരുന്നു. അച്ഛന് ഇതെന്താണെന്ന് മനസ്സിലായി. ഞങ്ങളുടെ കാലുകൾ ഈ വെള്ളത്തിലേക്ക്, ഈ പാത്രത്തിൽ നിറച്ചു വച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് വെക്കുകയാണ്. അപ്പോഴാണ് ഈ ചൂട് നമുക്കൊരു ആശ്വാസം ലഭിക്കുക. അതിഥി സൽക്കാരത്തിൽ ഇങ്ങനെയും ഒരു കർത്തവ്യമുണ്ട്, അനുഗ്രഹപ്രദമായ ഒരു കർത്തവ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. യേശുനാഥൻ തൻ്റെ മേലങ്കിയെല്ലാം എടുത്തു മാറ്റി വെച്ചിട്ട് യേശുനാഥൻ അരയിൽ കെട്ടിയ ഒരു കച്ചയിൽ ഒരു തോർത്ത് ചുറ്റി ഈ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുകയാണ്. യേശുനാഥൻ ആചാരമര്യാദ തൻ്റെ സ്വന്തമാക്കി അങ്ങ് മാറ്റുകയാണ്. പത്രോസ്ലീഹായുടെ അടുത്ത് ചെന്നപ്പം പറഞ്ഞു, പത്രോസ്ലീഹായ്ക്ക് ഇത് എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാരൊന്നും ചോദിച്ചില്ല. പത്രോസ്ലീഹ പറഞ്ഞു, ദയവ് ചെയ്ത് എൻ്റെ കാല്, ആ വാക്കില്ല എങ്കിൽ പോലും എൻ്റെ കാല് കഴുകരുത് എന്ന് കാല് പിടിച്ചുകൊണ്ട് അപേക്ഷിക്കുന്ന പത്രോസിനെയാണ് നമുക്കവിടെ കാണുന്നത്. യേശുനാഥൻ പറഞ്ഞു, നിൻ്റെ കാല് കഴുകുന്നില്ലെങ്കിൽ, നമ്മുടെ ഈ കൊച്ചുകുട്ടികൾ പറയിട്ടില്ലേ, നീയുമായിട്ടുള്ള ഈ എൻ്റെ കൂട്ട് വെട്ടിയിരിക്കുന്നു എന്ന് പറയില്ലേ, ഏതാണ്ട് അതുപോലെ ഒരു വർത്തമാനം. ഞാനുമായിട്ട് നിനക്കൊരു ബന്ധവുമില്ല. പത്രോസ് തകർന്നു പോയി. പത്രോസ് പറഞ്ഞു, എൻ്റെ കാലും എൻ്റെ തലയും ഒക്കെ കൂടി കഴുകിക്കൊള്ളാൻ പറഞ്ഞു. ഇതാണ്
നമ്മുടെ ഔന്നത്യങ്ങളെല്ലാം മറന്നുകൊണ്ട്, അതുകൊണ്ടാണ് പത്രോസ് പെട്ടെന്ന് ചാടി വീണ് പറയുന്നത്. കാര്യം യേശുനാഥൻ അടിമയെപ്പോലെയാകും. അതുകൊണ്ടാണ് അടിമയുടെ വേഷം കെട്ടുന്ന യേശുനാഥനെ പത്രോസിന് സഹിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ആ വേദിയിൽ പത്രോസ് എതിർക്കുകയാണ്. ആ കാലുകഴുക്കൽ ശുശ്രൂഷ ഈ ലോകം മുഴുവനും ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് കാലുപിടുത്തത്തിൻ്റെയും കുതികാലുവെട്ടിൻ്റെയും കാലുമാറ്റത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ യേശുനാഥൻ നമുക്ക് ചിന്തിക്കാനൊരു വിഷയം, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനൊരു വിഷയം തന്നിരിക്കുന്നു. യേശുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.